ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വരുന്നു. പിന്നെ എന്ത് പറഞ്ഞാലും കരയും. അപ്പോൾ അവർ വന്നപ്പോഴും ഇവള് കരയുക. സോണി ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിന്ദി റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗറിന് കേരളത്തിലും നിരവധി ആരാധകരാണുള്ളത്. അതുകൊണ്ട് തന്നെ സംഗീതത്തിൽ വൈദഗ്ധ്യമുള്ള കുട്ടിപ്പാട്ടുകാർ കേരളത്തിൽ നിന്ന് പോയി സൂപ്പർ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാറുമുണ്ട്. മാത്രമല്ല, കുറച്ച് ദിവസം മുമ്പ് പൂർത്തിയായ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3ൽ വിജയിയായത് മലയാളിയായ 7 വയസ്സുകാരൻ ആവിർഭാവാണ്. ആവിർഭാവിനോടൊപ്പം സൂപ്പർ സ്റ്റാർ സിംഗറിൽ മത്സരിച്ച മറ്റൊരു മലയാളി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഷോയിലൂടെ ശ്രദ്ധ നേടിയ കൊച്ചിക്കാരി മിയക്കുട്ടിയായിരുന്നു. സൂപ്പർ സ്റ്റാർ സിംഗറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മിയ ഷോ ക്വിറ്റ് ചെയ്തത്. അതിനുള്ള കാരണം എന്താണെന്ന് ആരാധകരും തിരക്കിയിരുന്നു. ചാനലിൻ്റെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റമാണോ എന്നുള്ള ചർച്ചകളും വന്നിരുന്നു. ഇപ്പോൾ ഇതാ മിയയുടെ മാതാപിതാക്കൾ തന്നെ ഷോ ക്വിറ്റ് ചെയ്യാനുള്ള കാരണം വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ്. ഒരു അഭിമുഖത്തിലായിരുന്നു മിയയുടെ മാതാപിതാക്കൾ ഇതേപ്പറ്റി വെളിപ്പെടുത്തിയത്. സൂപ്പർ സ്റ്റാർ സിംഗറിൽ നിന്നും ഇങ്ങോട്ട് വിളി വന്നിട്ടാണ് മത്സരിക്കാൻ പോയത്. അങ്ങനെ ഞങ്ങൾ മത്സരിക്കാൻ മിയയെ കൊണ്ടുപോയി. അതിനുവേണ്ടി 18ഓളം സ്റ്റേജ് ഷോകൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെയും ചില വിഷയങ്ങളുണ്ടായി. ഇങ്ങോട്ട് വിളി വന്നതുകൊണ്ട് മാത്രമാണ് മത്സരിക്കാൻ പോകാമെന്നുള്ള ചിന്ത വന്നത്. അപ്പോഴും മിയയുടെ ഉപ്പയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അവളെ ഹിന്ദിയൊക്കെ പഠിപ്പിച്ച ശേഷം അടുത്ത സീസണിൽ പങ്കെടുപ്പിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടിരുന്നതിനാൽ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. ആദ്യം സെലക്റ്റായ 5 പെൺകുട്ടികളിൽ ഒരാൾ മിയയായിരുന്നു. അപ്പോഴൊക്കെ കമ്മ്യൂണിക്കേഷൻ മിയയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ജഡ്ജസുമായി ഇൻറ്ററാക്ട് ചെയ്യുവാൻ ഭാഷ വശമില്ലാത്തതിനാൽ ബുദ്ധിമുട്ടായിരുന്നു. 3 മാസം മുംബൈയിൽ സ്ഥിരമായി നിന്ന് വേണം മത്സരിക്കാൻ. ഒരു പാരൻ്റ് കുട്ടികൾക്കൊപ്പം നിൽക്കണമായിരുന്നു. അവളുടെ ഉപ്പയ്ക്ക് അത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് ഞാനാണ് നിന്നത്. മിയ തനിയെയാണ് പാട്ട് പഠിച്ചിരുന്നത്. സംശയം വരുന്ന ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്തു വെച്ച് കൃത്യമായി പഠിച്ചു പോകുന്ന രീതിയായിരുന്നു മിയയുടേതെന്ന് ഉമ്മ പറയുന്നു. അതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ് മിയയ്ക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ശരീരഭാരം കുറഞ്ഞു. പിന്നെ MG സാറിൻ്റെ ഒരു ഷോയ്ക്ക് വേണ്ടി ഓസ്ട്രേലിയയിൽ പോകണമായിരുന്നു. സാറിൻ്റെ ഷോ വേണ്ടെന്ന് വയ്ക്കുവാൻ കഴിയില്ല. അതും സൂപ്പർ സ്റ്റാർ സിംഗർ ഷോ ക്വിറ്റ് ചെയ്യാൻ കാരണമായി. ഷോയുടെ ഭാഗമായതിനു ശേഷം മിയയ്ക്ക് ഇടയ്ക്കിടെ അസുഖങ്ങൾ വന്നു തുടങ്ങി. മാത്രമല്ല, സൂപ്പർ സ്റ്റാർ സിംഗറിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്തു പറഞ്ഞാലും കരയുമായിരുന്നു. ഹോം സിക്നെസ്സും ഉണ്ടായിരുന്നു. മാനസികമായി ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. ഉറക്കം വരെ കുറഞ്ഞു. ഷോ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറയുവാൻ ചെന്നപ്പോൾ മിയയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സോണിയുടെ ആൾക്കാർ വന്നിരുന്നു. അവർ സംസാരിക്കുമ്പോഴേക്കും മിയ കരയുകയായിരുന്നു. അവൾക്കും അതൊരു സങ്കടമായി. കൂടുതൽ മാനസികമായി ബുദ്ധിമുട്ടിപ്പിച്ചാൽ കുട്ടിക്ക് പാട്ടിനോട് തന്നെ വെറുപ്പ് തോന്നുമെന്ന് ഡോക്ടേഴ്സ്മാരും പറഞ്ഞു. അങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ സിംഗറിൽ നിന്നും ക്വിറ്റ് ചെയ്യുന്നതായി മാതാപിതാക്കൾ വ്യക്തമാക്കിയത്.